വയനാട്ടിൽ മിഠായി രൂപത്തിലുള്ള കഞ്ചാവ് പിടികൂടിയതിൽ അന്വേഷണം. ബത്തേരിയിലെ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നാണ് കഞ്ചാവ് മിഠായി പിടികൂടിയത്. ഓൺലൈൻ വഴിയാണ് കുട്ടികൾ കഞ്ചാവ് മിഠായി വാങ്ങിയതെന്ന് പോലീസ് പറയുന്നു. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, ഇതിലിപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഓൺലൈൻ സൈറ്റുകളിലൂടെ മിഠായി വിൽക്കുന്നത്? ഇതിൽ ലഹരി അടങ്ങിയിട്ടുണ്ടെന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത്? വിനീത, നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കെതിരെ NDPS ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംശയാസ്പദമായ രീതിയിൽ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നത് പോലീസ് കണ്ടു. പിന്നീട് പോലീസ് വിദ്യാർത്ഥികളെ പരിശോധന നടത്തിയ സമയത്താണ് ഒരു വിദ്യാർത്ഥിയുടെ പക്കൽ നിന്ന് കഞ്ചാവ് മിഠായി പിടികൂടിയത്. ഓൺലൈൻ ആപ്പ് വഴി ഓർഡർ ചെയ്ത് വരുത്തിയ കഞ്ചാവ് മിഠായിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി ഈ സുൽത്താൻ ബത്തേരിയിലുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിൽ കഞ്ചാവ് മിഠായി വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീടാണ് പോലീസ് ഇത്തരത്തിലൊരു വിശദമായ പരിശോധന നടത്തിയ സമയത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഈ കഞ്ചാവ് മിഠായി കണ്ടെടുത്തത്. ഓൺലൈൻ ആപ്പ് വഴി ഓർഡർ ചെയ്ത് വരുത്തിച്ച മിഠായിയാണ്. 3 മാസമായി ഇത്തരത്തിൽ ഇത് വരുത്താറുണ്ട് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ NDPS ആക്ട് പ്രകാരമാണ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നിലവിൽ കോളേജ് മാനേജ്മെൻറ്റ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യവും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചുവടുവെപ്പാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ NDPS ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിനീത, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.